ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്ന് കാപ്പിക്കായിട്ട് ഉണ്ടാക്കുന്നത് ഇഡലിയും ചമ്മന്തിക്കറിയുമാണ്. അപ്പോൾ ഇഡലി മാവിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനത് തട്ടിലൊഴിച്ചിട്ട് പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലിക്ക് ഇനി കറി ഉണ്ടാക്കണം. തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളയാൾ വന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കാറുണ്ട് കേട്ടോ. മക്കൾ രണ്ടുപേരും സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കാറ്. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മോൾ വന്നിരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അമ്മേ എനിക്കിന്ന് വീട്ടിൽ നിന്ന് ഇഡലിയും ചമ്മന്തിയും തന്നു വിട്ടാൽ മതി, ഉച്ചയ്ക്ക് ഞാനത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൾക്ക് ഇഡലിയും ചമ്മന്തിക്കറിയും കൊടുത്തയക്കാമെന്നാണ് കരുതുന്നത്. മൂത്ത ആൾക്ക് പിന്നെ സ്കൂളിൽ നിന്ന് അവൾ കഴിച്ചോളും. രണ്ടുപേരും സ്കൂളിൽ നിന്നാണ് കഴിക്കാറ്. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. തേങ്ങ പൊട്ടിച്ച് ഞാൻ തേങ്ങാവെള്ളം ഗ്ലാസ്സിലാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനാണെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ ഗ്ലാസ്സുമായിട്ട് അമ്മയുടെ അടുക്കലോട്ട് ഓടുമായിരുന്നു തേങ്ങ വെള്ളം വാങ്ങി കുടിക്കാനായിട്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ മക്കൾ കുടിക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ അവർക്ക് വേണ്ട. പിന്നെ ആയിട്ടുള്ള ഇഡലിയെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തിട്ട് അതൊന്ന് ചമ്മന്തി അരയ്ക്കാനാണ്. അപ്പോൾ തേങ്ങ തിരുമ്മിയെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് കടുകൊക്കെ വറുത്തെടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പോരാന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ്. അപ്പം മോള് വന്നിട്ട് ഇടയ്ക്ക് എന്നോട് വീണ്ടും പറയുന്നുണ്ട്, അമ്മേ എനിക്കിന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന്. അവൾ വീട്ടിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അവൾക്ക് സ്കൂളിലെ ഫുഡ് കഴിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ. ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് മതി എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കൂട്ടുകാരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്കും അതൊരു ആഗ്രഹം കേട്ടോ, ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനങ്ങനെ കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഡലിക്കുള്ള ചമ്മന്തിക്കറി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്ത് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്നാണ് കഴിക്കണതെന്ന്, അപ്പോൾ അവൾക്ക് വെള്ളം മാത്രം വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ മതി, പ്ലേറ്റും ചോറ് കഴിക്കാനുള്ള പ്ലേറ്റും. അപ്പോൾ ഇളയാൾക്ക് വേണ്ടിയുള്ള ഇഡലി ഞാൻ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ചമ്മന്തിക്കറി ഞാൻ പ്രത്യേകം വേറൊരു പാത്രത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ളതെല്ലാം സെറ്റാക്കി എടുത്തിട്ട് അവരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അച്ഛനാണ് ഇന്ന് കൊണ്ടുവരുന്നത് സ്കൂളിലേക്ക്. പിന്നെ ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആകപ്പാടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴയൊന്ന് തോന്നപ്പോൾ ഞാൻ പിന്നെ ചെറിയ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ ഒന്ന് എടുത്തു കേട്ടോ. പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. പോയിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കറി വയ്ക്കാൻ നിന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉടച്ചെടുത്തിട്ട് കുറച്ച് പച്ചമോരാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി അരച്ച് ഒരു പാക്കറ്റ് മുളകുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഒരു തട്ടിക്കൂട്ട് ഉച്ചയൂണായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് വീണ്ടും ഞാൻ ഒന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴും മഴയുടെ ഒരു അന്തരീക്ഷം തന്നെ ആയിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം സന്ധ്യയായപ്പോൾ വിളക്ക് വയ്ക്കാനൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വിളക്ക് വയ്ക്കാൻ സമയമായപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.